നമസ്കാരം. ഡെയിലി 10 PSC PYQ ചെയ്യുന്ന സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രണ്ടാമത്തെ ചോദ്യം, അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ശരിയായ ഉത്തരം ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17. മൂന്നാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ ബി, അനുച്ഛേദം 51A. 51A. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ ബിശ്വാസ് മേത്ത. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ഓപ്ഷൻ ഡി, സുപ്രീം കോടതിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം. അപ്പോൾ ദേശീയ ഗാനം ഏതാണ്, ദേശീയ ഗീതം ഏതാണ് എന്നത് തിരിഞ്ഞു പോകരുത്. ദേശീയ ഗാനമാണ് ജനഗണമന. ഇത് ആലപിക്കേണ്ട സമയദൈർഘ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 52 സെക്കൻഡാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ഓപ്ഷൻ ഡി, 24 ആണ് ശരിയായ ഉത്തരം. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. അപ്പോൾ ഓർക്കുക, ദേശീയ ഗീതം വന്ദേ മാതരമാണ്, ദേശീയ ഗാനമാണ് ജനഗണമന. ഇവിടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. മുഹമ്മദ് ഇക്ബാൽ രചിച്ചത് സാരേ ജഹാംസെ അച്ഛ എന്ന് പറയുന്ന ഗാനമാണ് മുഹമ്മദ് ഇക്ബാൽ രചിച്ചത്. രവീന്ദ്രനാഥ ടാഗോറാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന രചിച്ചത്. ഇന്നത്തെ സീരീസിലെ അവസാന ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആര് എന്നതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത 10 ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.